നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 29-30 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 4 രാശിക്കാരെ ഒഴിച്ച് ബാക്കി 8 രാശിക്കാർക്ക് നേട്ടമുള്ള ഒരു അപൂർവ ഗ്രഹനിലയാണ് വന്നേക്കുന്നത്. 8 രാശിക്കാർക്ക് നേട്ടമാണ്. അതിൽ തന്നെ ഏതാണ്ട് 2-3 രാശിക്കാർക്ക് ഇടിവെട്ട് സൗഭാഗ്യവും. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ സമയം പറയുന്നത്, ഇതിൻ്റെ ടൈമിങ് പറയുന്നത് ജൂൺ 29 വെളുപ്പിന് 1:08 AM മുതൽ ജൂലൈ 1 ഉച്ചയ്ക്ക് 1:31 PM വരെയാണ് ഇതിൻ്റെ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ജൂൺ 29-30 തീയതികളിലെ ദിനഫലങ്ങൾ 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷവിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് കാര്യം 8 രാശിക്കാർക്കാണ് നേട്ടങ്ങൾ. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് 8 രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ വരുന്നത്. ബാക്കി 4 രാശിക്കാരിൽ 2 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും 2 രാശിക്കാർക്ക് അല്പം ദോഷാധിക്യമുണ്ട്. അപ്പോൾ 8 രാശിക്കാർ അത് ആരൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇപ്പം ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും ഈ ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർന്നു കിട്ടണമെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെ എന്നൊക്കെയുള്ള അറിയാൻ, അത് മാത്രമല്ല നിങ്ങളുടെ ഈ ജ്യോതിഷപരമായ സംശയങ്ങൾക്കും, അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഗ്രഹനിലയിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ, അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ നമുക്ക് ആദ്യം സസ്പെൻസ് കിടക്കട്ടെ. 8 രാശിക്കാർ എല്ലാവർക്കും ഇല്ല എങ്കിലും 8 രാശിക്കാർക്ക് ഗുണാധിക്യം തന്നെയാണ്. അപ്പോൾ അത് സസ്പെൻസ് നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഈ എന്താ പറയുക, നമ്മുടെ ഭാഗ്യ നിറങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. 29 തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 30 തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാവുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം വരുന്നത് 29-30 തീയതികളിൽ രാവിലെ 4:35 AM മുതൽ 5:23 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 29-30 തീയതികളിൽ. ഇനി അഭിജിത്ത് മുഹൂർത്തം നോക്കാം. 29-30 തീയതികളിൽ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:50 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 29-30 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ മന്ത്രജപങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. രാഹുകാലം നോക്കാം. 29-ാം തീയതി രാവിലെ 7:44 AM മുതൽ 9:18 AM വരെയാണ് രാഹുകാലം 29-ാം തീയതി. 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:33 PM മുതൽ 5:06 PM വരെയാണ് രാഹുകാലം 30-ാം തീയതി. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ ഭാഗ്യ നമ്പറുകൾ പറയാം. 29/6/2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 1, 6, 8, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 30/6/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 0, 6, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി രാശിഫലങ്ങൾ പറയാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ചന്ദ്രൻ പക്ഷേ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എന്നാലും
തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സൂര്യൻ അനുകൂലമാണ്. ഓക്കെ. മിഥുനമാസം മുഴുവൻ. ഓക്കെ. പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ്. എങ്കിലും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് ഇവർക്ക് ശുക്രനും ശനിയും മാത്രമേ ഉള്ളൂ. എങ്കിലും 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതുകൂടാതെ പ്രതികൂലമായിട്ട് ചൊവ്വയും ചന്ദ്രനും മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നു ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. കാര്യം ശനിയും ശുക്രനും കൂടി കൈകോർത്ത് പിടിച്ച് നേട്ടങ്ങൾ കൊണ്ടുവരികയാണ്. എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. അതായത് സർവകാര്യ വിജയം ശനിയുടെ, അത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്, നേട്ടമാണ്. പിന്നെ ശുക്രനും അനുകൂലമാണ്. ഓക്കെ. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ നേട്ടമുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ ഒരു പൊലിമ കുറവ്, പൂർണ്ണത കുറവ്, അല്പം കാലതാമസമൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ ഞങ്ങൾ പറയുന്നു. കാരണം 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 2 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിലും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും വഴിപാട് നടത്തുക. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാനം 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഗുണാധിക്യമാണ്. എങ്കിലും സൂര്യൻ, ചൊവ്വ, ശനി ഇവ പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് അത്ര മെച്ചമായിരിക്കില്ല. നമ്മൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് 2ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, വ്യാഴം ധനസ്ഥാനത്ത് 2ാം ഭാവത്തിൽ, അപ്പോൾ അനുകൂലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് അസാമാന്യമായിട്ടുള്ള ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ ലഭിക്കും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ, ആയില്യം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ചൊവ്വ വശപശമായിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ചൊവ്വ പാപഗ്രഹമാണ്. ഈ പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോഴാണ് നേട്ടങ്ങളുണ്ടാകുന്നത്. എങ്കിലും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും ശുക്രൻ, ചന്ദ്രൻ, ചൊവ്വ മാത്രമേ ഉള്ളൂ. അതേസമയം സർപ്പവും വ്യാഴവും സൂര്യനും പ്രതികൂലമായിട്ടും നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞത്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവേ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. കാര്യം ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വന്നു നിൽക്കുന്നത്, നേട്ടമാണ്. എങ്കിലും ഗുണദോഷ സമ്മിശ്രം എന്ന് ഞങ്ങൾ പറയുന്നു. എങ്കിലും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഉണ്ടാവാം, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ. ഓക്കെ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എന്ന് പറയുമ്പോൾ കിട്ടിയാണെങ്കിൽ ഒത്തു വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളല്ല കോടികൾ വരെ വന്നെന്ന് വരാം. അപ്പോൾ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് സൂര്യൻ, ചൊവ്വ, ശുക്രൻ ഇവ അനുകൂലമാണ്. പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളുടെ നേട്ടങ്ങളുണ്ടാവാം.
തൊഴിൽപരമായിട്ടും നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവേ ഇതിനൊക്കെ ഒരു തടസ്സം ഒക്കെ പ്രതീക്ഷിക്കാം. കാരണം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ബുധൻ, വ്യാഴം, ശനി, സർപ്പം, ശിഖി ഇവ പ്രതികൂലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഒരു കാലതാമസം ഒക്കെ പ്രതീക്ഷിക്കാം. ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, കൂടാതെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ കന്യാരാശിക്ക് അല്പം മുന്തിയ ഭാഗ്യം ഉള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖ ആദ്യം 3 പാദം. തുലാം രാശിക്ക് നേട്ടമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. കാരണം പ്രധാനമായിട്ട് ചൊവ്വ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക, അപകടങ്ങൾ കരുതിയിരിക്കുക. പൊതുവെ ഇവർക്ക് ധനവരവ് വർദ്ധിച്ചിരിക്കും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. ബൗദ്ധിക മേഖലയിൽ നേട്ടം, സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടം, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വയും സൂര്യനും പ്രതികൂലം. അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ചൊവ്വാഴ്ച അതുപോലെ തന്നെ തീപ്പൊള്ളൽ, വീഴ്ച, യന്ത്രസാമഗ്രികൾ കേടുവര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ പിതൃ സ്വത്തുമായിട്ട്, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാവാം. തൊഴിൽപരമായിട്ടും പ്രശ്നങ്ങളുണ്ടാവാം. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. പിന്നെ ശുക്രനും വ്യാഴവും അനുകൂലമാണ്. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് ശുക്രനും വ്യാഴവും. അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാവും. അതുകൊണ്ട് ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറികടക്കാൻ ഇവർക്ക് പറ്റും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ ഇവയൊക്കെ ലഭിക്കും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 2 പാപഗ്രഹങ്ങൾ ചൊവ്വയും സൂര്യനും പ്രതികൂലമാണ്. അതുകൊണ്ടാണ് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നതുകൊണ്ടും ആയിട്ടും ഞങ്ങൾ ഗുണാധിക്യം പറയാത്ത 2 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അത് ശുക്രനും വ്യാഴവും അസാമാന്യമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ ചൊവ്വയും സൂര്യനും ഒന്ന് മാറും താമസിയാതെ. അപ്പോൾ നമുക്ക് വൃശ്ചികം രാശിക്കും അത്യധികം ഗുണാധിക്യമുള്ള കാലം വരും. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് നേട്ടമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനി, വ്യാഴം, സൂര്യൻ പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശാരീരിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. അപകടങ്ങൾ കരുതിയിരിക്കാം. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്.
ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയും വ്യാഴവും ഒരേ സമയം അനുകൂലമായിട്ട് വരുന്ന രാശി മകരം രാശി മാത്രമാണ് ഇപ്പോൾ ഈ 12 രാശിയിൽ. ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു പൊലിമക്കുറവോ പൂർണ്ണതക്കുറവോ എല്ലാ ഭാഗ്യങ്ങൾക്കും ഉണ്ടാവുമെങ്കിലും പൊതുവെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ഭൗതിക സുഖങ്ങൾ, സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവരേർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാര്യം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവാം. ഇവർ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല, എങ്കിലും പൊതുവെ ഈ അല്പം ദോഷാധിക്യമുള്ളത് മറികടക്കാൻ തന്നെ പറ്റും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ശനി ജന്മശനിയായിട്ട് തുടരുന്നു. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഉല്ലാസയാത്രകൾക്കും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ മീനം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.